നമസ്കാരം. പെരുവനം ഗ്രാമവുമായി ബന്ധപ്പെട്ട് പെരുവനം ഗ്രാമത്തിൻ്റെ സമ്പത്തും അധികാരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി നമ്മൾ വീഡിയോകൾ ചെയ്യുകയുണ്ടായി. നിരവധി വനസമ്പത്തും നിരവധിയായ കാർഷിക സമ്പത്തുമൊക്കെയുള്ള പെരുവനം ഗ്രാമം. ഈ പെരുവനം ഗ്രാമത്തിൻ്റെ കാർഷിക വനസമ്പത്തുകളെക്കുറിച്ച് ഏറ്റവും ബഹുമാന്യനായ ശ്രീ വേണുഗോപാലൻ മാഷ് നമ്മളോട് സംസാരിച്ചപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് പല ആളുകളും നമ്മളോട് ചോദിക്കുകയുണ്ടായി, പെരുവനം ഗ്രാമത്തിന് ഇത്രയധികം ഈ സമ്പത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഈ സമ്പത്ത് എങ്ങനെയാണ് ഇത് നിയന്ത്രിച്ചിരുന്നത്, ഈ സമ്പത്തിൻ്റെ കാര്യങ്ങളെപ്പറ്റി ഇതിൻ്റെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ആരാണ് നിയന്ത്രിച്ചിരുന്നത്, ഇതിൻ്റെ അധികാര കേന്ദ്രം എന്തായിരുന്നു, ആ അധികാര കേന്ദ്രം എങ്ങനെയാണ് അത് നിലനിന്നിരുന്നത്, ഇതിനെപ്പറ്റിയൊക്കെ നമ്മളോട് പലരും ചോദിക്കുകയുണ്ടായി. ഈ പെരുവനത്തിൻ്റെ അധികാര കേന്ദ്രത്തെ പറ്റിയും ഇതിൻ്റേതായ കാര്യങ്ങളെക്കുറിച്ചും ഇന്ന് നമുക്ക് സംസാരിച്ചു തുടങ്ങാം. പെരുവനം ക്ഷേത്രത്തിൻ്റെ സമ്പത്തിനെക്കുറിച്ച് സ്വാഭാവികമായും ആളുകൾ അത്ഭുതപ്പെട്ടേക്കാം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ പെരുവനം ആണ് പണ്ടും ഉണ്ടായിരുന്നതെന്ന് ആളുകൾ പലപ്പോഴും ധരിച്ചു വശാവാറുണ്ട്. എന്നാൽ 17-ാം നൂറ്റാണ്ടിലേക്കുള്ള ലഭിക്കുന്ന കണക്കനുസരിച്ച് പെരുവനം ക്ഷേത്രത്തിനുണ്ടായിരുന്ന ഭൂമിയുടെ കണക്കാണ് നമ്മൾ മുമ്പിലത്തെ എപ്പിസോഡുകളിൽ വിവരിച്ചിട്ടുള്ളത്. ഈ സ്വത്തിനെ മുഴുവൻ നിയന്ത്രിച്ചിരുന്നത് സഭായോഗവും അതുപോലെ യോഗാതിരിയും ചേർന്നാണ്. എല്ലാ വർഷത്തിലും അതിൻ്റെ കണക്കെടുപ്പും അതിൻ്റെ വിശദമായിട്ടുള്ള ചർച്ചകളും നടന്നതിന് ശേഷമാണ് അടുത്ത വർഷത്തെ കണക്കിലേക്കായിട്ട് ഇവർ യോഗം വിളിക്കുന്നത്. കേരളത്തിൽ 2 ക്ഷേത്രങ്ങളിലാണ് യോഗാതിരിമാർ ഉള്ളത്. ഒന്ന് പെരുവനം ക്ഷേത്രത്തിലും രണ്ടാമത്തേത് വടക്കുംനാഥൻ ക്ഷേത്രത്തിലുമാണ്. ഇവരാണ് നേരത്തെ വിനോദ് പറഞ്ഞതുപോലെ ഇവരാണ് വാസ്തവത്തിൽ ക്ഷേത്രത്തിൻ്റെ സമ്പത്ത്, ക്ഷേത്രത്തിൻ്റെ അനുഷ്ഠാനപരമായ കാര്യങ്ങൾ, ക്ഷേത്രത്തിൻ്റെ ഭരണപരമായ കാര്യങ്ങൾ ഇതെല്ലാം നിയന്ത്രിച്ചിരുന്നത് ഈ യോഗാതിരിമാരാണ്. ആരാണ് യോഗാതിരി എന്ന് ചോദിച്ചല്ലോ, അത് വളരെ പെരുവനത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് വെച്ച് നമുക്ക് വളരെ വിഷമമാണ് അതിന് ഉത്തരം പറയാൻ. കാരണം പെരുവനം ഗ്രന്ഥവരിയിൽ നമുക്ക് കിട്ടുന്ന വിവരം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും അവസാനത്തെ യോഗാതിരിയെക്കുറിച്ചുള്ള വിവരം മാത്രമേ പെരുവനത്തുള്ളൂ. അതായത് 899 കൊല്ലവർഷം ആ കാലത്തുള്ള 1724 തോന്നുന്നു. ആ കാലത്തുള്ള അവസാനത്തെ യോഗാതിരിയുടെ വിവരം മാത്രമാണ്. അതിൻ്റെ പൂർണ്ണ വിശദാംശങ്ങൾ മാത്രമേ പെരുവനം ഗ്രന്ഥവരിയിലുള്ളൂ. അപ്പം നമ്മൾ അതിനാശ്രയിക്കുന്നത് വടക്കുംനാഥൻ ഗ്രന്ഥവരിയാണ്. വടക്കുംനാഥൻ ഗ്രന്ഥവരിയിലും അതേപോലെ തന്നെ വടക്കുംനാഥനിലുള്ള ഒരു ശിലാലിഖിതത്തിലും അതേപോലെ കേരള മഹാത്മ്യം എന്ന് പറയുന്ന ഒരു 17-ാം നൂറ്റാണ്ടിലെ ഗ്രന്ഥത്തിലും ആണ് ഈ യോഗാതിരിയുടെ വിവരങ്ങൾ ഉള്ളത്. അതിൽ ഈ കേരള മഹാത്മ്യം എന്ന് പറയുന്ന ഒരു നമ്മുടെ കേരളോൽപ്പത്തി പോലത്തെ വേറൊരു സംഗതിയാണ്. അതിൽ പറയുന്നത് എന്താ വെച്ചാൽ എല്ലാ ഐതിഹ്യങ്ങളിലും പരശുരാമനുള്ളതുപോലെ ഇതിലുമുണ്ട്. പരശുരാമൻ ഒരു ദിവസം ഈ കൃഷ്ണ നദിയുടെ അടുത്തുള്ള ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണരുടെ ഗ്രാമത്തിൽ നിന്ന് ഒരു കുടുംബത്തെ തൃശ്ശൂർപേരൂരിൽ കൊണ്ടുവന്ന് അവരെ പടിഞ്ഞാറേ ചിറയുടെ കരയ്ക്ക് താമസിപ്പിച്ചു. അങ്ങനെ അവിടെ കൃഷ്ണാനദിയുടെ കരയിൽ നിന്ന് കൊണ്ടുവന്ന ഈ നമ്പൂതിരി കുടുംബത്തിന് 8 മക്കളുണ്ടായി. 8 ആൺമക്കൾ. അവരാണ് അഷ്ടഗ്രഹത്തിൽ ആഢ്യന്മാർ എന്ന് പറയുന്ന പിൽക്കാലത്ത് എന്താ പറയുക കേരളത്തിലെ പല പ്രമുഖ നമ്പൂതിരി ഇല്ലങ്ങളും ഇതിൽ നിന്നുണ്ടായവരാണ്. ആ അഷ്ടഗ്രഹത്തിൽ ആഢ്യന്മാരിൽപ്പെട്ട ഒരു കുടുംബമാണ്, കുടുംബത്തിൽ നിന്ന ഒരാളാണ് ആദ്യത്തെ യോഗാതിരി ആയത് എന്ന് പറയുന്നുണ്ട്. ഈ അഷ്ടഗ്രഹത്തിൽ ആഢ്യന്മാരിൽ 2 പേരാണ് ഇപ്പോൾ അതേ പേരിൽ നിലവിലുള്ളൂ. ബാക്കിയൊക്കെ ഒന്നുകിൽ അന്യം നിന്നു അല്ലെങ്കിൽ വേറെ പേരിലാണ് ഇപ്പോൾ ഉള്ളത്. അതൊന്ന് ഒരു ഇല്ലത്തിൻ്റെ പേര് മാത്തൂർ എന്നാണ്, പണ്ടും അത് ഇപ്പോഴും അത്. മറ്റൊന്ന് ചെമ്മങ്ങാട് എന്ന് പറഞ്ഞിട്ടൊരു മനയുണ്ട്. ആ 2 മനകളാണ് അതേ പേരിൽ നിലവിലുള്ളൂ. ബാക്കിയെല്ലാം അന്യം നിന്ന് പോവുകയോ അല്ലെങ്കിൽ വേറെ പേരുകളിൽ അറിയപ്പെടുകയോ ചെയ്തു. പെരുവനത്തേക്ക് വരുമ്പോഴേ നമുക്കറിയില്ല ഈ അഷ്ടഗ്രഹത്തിൽ ആഢ്യന്മാരിൽ നിന്നാണോ പെരുവനത്തെ യോഗാതിരി ഉണ്ടായതെന്ന് നമുക്കറിയില്ല. പൊതുവേ യോഗാതിരിയുടെ ഒരു ട്രഡീഷൻ, പാരമ്പര്യം എന്ന് പറയുന്നത് അഷ്ടഗ്രഹത്തിലെ ആഢ്യന്മാരിൽ നിന്നാണ് അതിൻ്റെ ഒറിജിൻ എന്ന്
കണ്ടെത്താനാണ്. പിന്നെ ഇതിനെക്കുറിച്ചുള്ള ഒരു രേഖ, വളരെ വിശ്വസനീയമായ രേഖ എന്ന് പറയുന്നത് വടക്കുംനാഥൻ ക്ഷേത്രത്തിൽ 11-ാം നൂറ്റാണ്ടിലേതെന്ന് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ശിലാലിഖിതമുണ്ട്. ദേവദാസികളുടെ ഭൂമി അത് അവർക്ക് കൊടുത്തത് തിരിച്ചെടുക്കുന്നതിനായുള്ള ഒരു തീരുമാനം എടുക്കുന്ന സ്ഥലത്ത് അതിലെഴുതിയിട്ടുള്ളത് ഊരും സമഞ്ജിതരും യോഗിയാർ തിരുവടിയും കൂടി 3/4 വട്ടത്ത് സമ്മേളിച്ച് ഇന്ന പ്രകാരം തീരുമാനിച്ചു എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം 11-ാം നൂറ്റാണ്ടിലെങ്കിലും ഈ യോഗാതിരി എന്ന് പറയുന്ന ഒരാൾ, അല്ലെങ്കിൽ യോഗാതിരി എന്ന് പറയുന്ന ഒരു വിശിഷ്ടസ്ഥാനി ക്ഷേത്രങ്ങളിലുണ്ട് എന്നാണ്. ഈ പെരുവനത്തേക്ക് വരുമ്പോഴും നമുക്കറിയാൻ പറ്റില്ല അത് എന്നാണ്. ഒരു പക്ഷേ ക്ഷേത്രത്തിൻ്റെ ആരംഭം മുതൽ ഉണ്ടാവാം. ദൗർഭാഗ്യവശാൽ പെരുവനത്ത് നിന്നുള്ള ശിലാലിഖിതങ്ങളിലോ പെരുവനം ഗ്രന്ഥവരിയിലോ ആദ്യകാല യോഗാതിരിമാരെക്കുറിച്ചുള്ള പരാമർശമില്ല. അവസാനത്തെ ആളെക്കുറിച്ച് മാത്രമാണ് വിവരമുള്ളത്. ഈ യോഗാതിരിമാരെ തിരഞ്ഞെടുക്കുന്നു എന്നൊക്കെയാണ് ഈ പ്രമാണങ്ങളിലൊക്കെ ഉള്ളത്. ഇപ്പോൾ വടക്കുംനാഥൻ ഗ്രന്ഥവരിയായാലും പെരുവനം ഗ്രന്ഥവരിയായാലും പറയുക എങ്ങനെയാണ്, യോഗാതിരിയെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു എന്നുള്ളത്. പക്ഷേ അതിൻ്റെ തിരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു സംഗതിയല്ല. അതെങ്ങനെ നടക്കുന്നതെന്ന് ഞാൻ പറയാം. സാധാരണ നിലയിൽ യോഗാതിരിയുടെ ഒരു ഒഴിവ് വരുമ്പോൾ ആദ്യത്തെ യോഗാതിരി എങ്ങനെ എടുത്തതെന്ന് നമുക്കറിയില്ല. അഷ്ടഗ്രഹത്തിലെ ആഢ്യന്മാരിൽ ഒരാളാണെന്ന് നമുക്ക് സങ്കല്പിക്കാം. ഈ ഗ്രന്ഥവരിയിൽ പറയുന്നത് യോഗാതിരി സ്ഥാനം ഒഴിവ് വരുമ്പോൾ ക്ഷേത്രമണ്ഡപത്തിൽ ഈ പറഞ്ഞ ഒരാളന്മാർ, അതുപോലെ തന്നെ അകക്കോയ്മ, രാജാവിൻ്റെ സ്ഥാനമുണ്ട്, അകക്കോയ്മയുണ്ട്. പെരുവനത്താണെങ്കിൽ സാമൂതിരിയാണ്. അതേമാതിരി ചില എന്താ പറയുക, ഈ റിച്വൽ അനുഷ്ഠാനപരമായ ചുമതല വഹിക്കുന്ന ആളുകൾ, അവരൊക്കെ ചേർന്നിട്ട് ക്ഷേത്രമണ്ഡപത്തിൽ കൂടി പറയുമ്പോൾ യോഗാതിരിയുടെ ഒരു സ്ഥാനം ഒഴിവ് വന്നിരിക്കുന്നു, നമുക്ക് ആരെയാണ് അടുത്ത യോഗാതിരിയായിട്ട് നിശ്ചയിക്കേണ്ടത് എന്ന് അവർ തമ്മിൽ ചർച്ച ചെയ്യും. ആ ചർച്ചയുടെ അവസാനത്തിൽ ഒരു ആളെ യോഗാതിരിയായി തിരഞ്ഞെടുത്തതായിട്ട് തിരഞ്ഞെടുക്കാമെന്ന് അവർ തമ്മിൽ ധാരണയാവും. അത് ഇന്ന ദിവസം തിരഞ്ഞെടുപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാമെന്നുള്ള ധാരണയും അന്നുണ്ടാവും. ഇത്രയും ധാരണയായി കഴിയുമ്പോൾ ഇത് ഒരു കത്ത് രൂപത്തിലാക്കിയിട്ട്, അതായത് ഒരു ഒഴിവ് വന്ന യോഗാതിരി സ്ഥാനത്തേക്ക് ഇന്ന ആളെ ഇന്ന ദിവസം അവരോധിക്കാൻ താല്പര്യമുണ്ട് എന്ന് ഉള്ള ഒരു കത്ത് തയ്യാറാക്കി അതിൽ ചിറ്റൂര് നമ്പൂതിരിയും അവണാവ് നമ്പൂതിരിയും കൂടി ഒപ്പിട്ട് 2 ഒപ്പിടണവർ. എന്നിട്ട് ഈ കത്ത് പറവൂര് നമ്പൂതിരിക്ക് കൊടുക്കണം. പറവൂർ നമ്പൂതിരി അയാൾ ഈ പെരുവന ക്ഷേത്രത്തിലെ സമുദായസ്ഥാനിയാണ്, മാനേജറാണ് അയാൾ. അത് കൂടാതെ അയാൾ പറവൂർ നാടുവാഴി കൂടിയാണ്. ഈ കത്ത് കിട്ടിക്കഴിയുമ്പോൾ പറവൂർ നമ്പൂതിരി ഉടനെ വന്ന് ഈ യോഗാതിരിയെ തിരഞ്ഞെടുത്തത് പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള തീയതി നിശ്ചയിച്ചു കഴിഞ്ഞല്ലോ. അയാൾ വന്നിട്ട് അതിൻ്റെ മുഹൂർത്തം നോക്കും. ആ മുഹൂർത്തം കൂടി നിശ്ചയിച്ചു കഴിഞ്ഞാൽ അഞ്ചില്ലത്ത് കൈമൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഫങ്ഷണറി ക്ഷേത്രത്തിലുണ്ട്. അയാളോട് പറയും യോഗാതിരിയെ അവരോധിക്കാനുള്ള പേര്, തീയതി, മുഹൂർത്തമൊക്കെ നിശ്ചയിച്ചു കഴിഞ്ഞു. ഈ വിവരം അറിയിക്കേണ്ട എല്ലാ ആളുകളെയും അറിയിക്കാനായിട്ടുള്ള ചുമതല അഞ്ചില്ലത്ത് കൈമളെ ഏൽപ്പിക്കും. അത് പ്രകാരം അയാൾ നാടുവാഴികൾ, ബ്രാഹ്മണർ, അങ്ങനെയുള്ള ആരൊക്കെയാണോ അറിയിക്കേണ്ടത് അവരെയൊക്കെ അയാൾ അറിയിക്കും. അപ്പം ഈ അറിയിപ്പ് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക വെച്ചാൽ ആ നിശ്ചിത ദിവസം, അതായത് അതിൽ പറയും ഇന്ന ദിവസമാണ് യോഗാതിരിയെ തിരഞ്ഞെടുക്കാനുള്ള നമ്മളുടെ യോഗം വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആ ദിവസം എല്ലാവരും കൃത്യസമയത്തിന് മുമ്പേ തന്നെ ഈ പെരുവനം ക്ഷേത്രത്തിൻ്റെ വാതിൽ മാളത്തിൽ വന്നിട്ട് അതിൻ്റെ വടക്കേ മുറിയിലിരിക്കണം. വടക്കേ മുറിയെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഈ ചടങ്ങ് നിയന്ത്രിക്കുന്നത് കീരങ്ങാട്ട് നമ്പൂരിയാണ്. ഈ വടക്കനാഥലിനൊക്കെ ഈ മറ്റേ ആഴുവാഞ്ചേരി തമ്പറക്കളാണെങ്കിൽ പെരുവനം ക്ഷേത്രത്തിൽ കീരങ്ങാട്ട് നമ്പൂതിരിയാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എത്തിക്കഴിഞ്ഞാൽ വളരെ നാടകീയമാണ് ഇതൊക്കെ. എല്ലാവരും എത്തിക്കഴിഞ്ഞാൽ ഈ കീരങ്ങാട്ട് നമ്പൂതിരി വാതിൽക്കൽ, വടക്കേ മുറിയുടെ അകത്ത് കിടക്കില്ല, വാതിൽക്കൽ നിന്നിട്ട് ഉറക്കെ ചോദിക്കും എല്ലാവരും എത്തിയോ. അപ്പോൾ അങ്ങനെ 3 പ്രാവശ്യം ചോദിക്കും. എല്ലാവരും എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഇതിന് മറുപടി പറയേണ്ടത് ഈ അഞ്ചില്ലത്തെ കൈമളാണ്. കാരണം അയാളാണല്ലോ ക്ഷണിച്ചിട്ടുള്ളത്. എല്ലാവരും എത്തി എന്ന് പറഞ്ഞതോടെ ഈ
ഈ പറഞ്ഞ കിരങ്ങാട്ട് നമ്പൂതിരി ഈ വടക്കേ മുറിയിലേക്ക് കടക്കും. എല്ലാവരുടെയും മുമ്പിൽ നിന്നുകൊണ്ട് ഉറക്കെ പറയും, 3 പ്രാവശ്യം പറയും. അതായത് ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്ന മുഹൂർത്തത്തിൽ ഇന്ന ആളെ യോഗാതിരിയാകാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറയും. അത് ഉടനെ തന്നെ സമ്പത്തിമാരാർ ശംഖ് വിളിക്കും. ആ ശംഖ് വിളിക്കുന്നതിൻ്റെ പേര് തന്നെ അനുവാദ ശംഖ് എന്നാണ്. അപ്പോൾ വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ആളുകളുടെ അഭിപ്രായമോ അഭിപ്രായമോ ഒന്നുമില്ല. ഇതൊരു റിച്വലാണ്. ഇന്ന ആളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുന്നതിനെയാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇന്നത്തെ രീതിയിലുള്ള തെരഞ്ഞെടുപ്പേ അല്ല. യോഗാതിരിയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അടുത്തതാണ് യോഗാതിരിയെ അവരോധിക്കൽ. എങ്ങനെയാണ് യോഗാതിരിയെ അവരോധിക്കുന്നത്? ഈ യോഗാതിരിയുടെ അവരോധം എന്ന് പറയുന്നത് 2 ദിവസമൊക്കെ എടുക്കുന്ന ഒരു ചടങ്ങാണ്. ഈ യോഗാതിരി ആയി നിശ്ചയിച്ച ആളെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് വലിയ സംഘം ആ യോഗാതിരി നിയുക്തൻ്റെ മനയിലേക്ക് പുറപ്പെടും. അതിൽ നാടുവാഴികളൊന്നും പോകാറില്ല, കാരണം ഇവരെ പോരായ്മക്കാരൊന്നും പോകാറില്ല. പക്ഷെ അവരുടെ പടയാളികൾ പോകാറുണ്ട്. പിന്നെ ചില പൊതുവാന്മാർ, സമ്പന്തിമാരാർ, പിന്നെ ക്ഷേത്രത്തിൻ്റെ ചുമതലയുള്ള മറ്റു ചില ആളുകൾ, ചില നാടുവാഴികളെല്ലാം കൂടിയിട്ടാണ് ഒരു സംഘം ചേർന്ന് പല്ലക്ക്, തണ്ട് ഒക്കെ ആയിട്ട് യോഗാതിരി നിയുക്തൻ്റെ വീട്ടിന് മുമ്പിലെത്തും. അവിടെ ചെന്ന് കഴിയുമ്പോൾ ദക്ഷിണ, അതേമാതിരി തന്നെ ഒരു മുണ്ട് ഒക്കെ കൂടി ഒരു പീഠത്തിൽ വെക്കും. എന്നിട്ട് സമ്പന്തിമാരാർ അവിടെ ശംഖ് ഉറക്കെ വിളിക്കും. അത് ശംഖ് വിളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഈ യോഗാതിരിയായി തിരഞ്ഞെടുക്കപ്പെട്ട അയാൾ നീരാട്ടൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ ആൾ പുറപ്പെട്ട് അയാളുടെ ഇല്ലത്തിൻ്റെ പുറത്തേക്ക് വരുന്നതോടുകൂടി പിന്നെ അയാളെ അനുനയിച്ച് അല്ലെങ്കിൽ അയാളെ അകമ്പടിയായി ഒരു വലിയ സംഘം ചേർന്ന് ഇയാളെ പല്ലക്കിൽ കയറ്റി കൊണ്ടുവരേണ്ടത് ഈ പോയ സംഘത്തിൻ്റെ ചുമതലയാണ്. പക്ഷെ അതിലെ ഏറ്റവും രസകരമായൊരു സംഗതി എന്താ വെച്ചാൽ, ഇങ്ങനെ നേരിട്ട് അവർ ഈ സംഘം അമ്പലത്തിലേക്ക് വരില്ല ചെയ്യുന്നത്. കുറേ ദൂരം ഈ ആദ്യം പോയ ആളുകൾ മാത്രമാണ്. ക്ഷേത്രത്തിൻ്റെ ഒരു 2-3 മൈൽ മുമ്പ് ഈ വരുന്ന സംഘത്തിൻ്റെ കൂടെ നാടുവാഴികൾ, മറ്റു പ്രമാണികൾ, ക്ഷേത്രത്തിലെ തന്ത്രി, അങ്ങനത്തെ പലരും കൂടി ഇയാളെ എതിരേൽക്കണം. അതൊരു പ്രത്യേക പോയിന്റ് ഉണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് നാടുവാഴിയാണെങ്കിൽ നാടുവാഴി, രാജാവാണെങ്കിൽ ഇപ്പോൾ വടക്കനാഥൻ്റെ രാജാവ് വരെയുണ്ട്. അവരെല്ലാം കൂടി ഇയാളെ ആനയിച്ച് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുവരണം. മുഹൂർത്ത സമയമാകുന്നത് വരെ ഈ യോഗാതിരി നിയുക്തനെ ഒരു പ്രത്യേക മുറിയിലിരുത്തും. ഈ യോഗാതിരി അവരോധത്തിൻ്റെ കൃത്യസമയം മുഹൂർത്തമായി കഴിഞ്ഞാൽ ഈ യോഗാതിരി നിയുക്തനെ പ്രത്യേക രീതിയിലൊക്കെയുള്ള അയാൾക്ക് ചില ഇതൊക്കെ ഉണ്ട്. അയാൾ പൂജയും അതൊക്കെ നടത്തേണ്ടതുണ്ട്. അതിനായിട്ട് പൂജാമണ്ഡപത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്ന് അങ്ങോട്ട് ഈ ചടങ്ങുകളുടെ പൂർണ്ണ ചുമതല കിരങ്ങാട്ട് നമ്പൂരിയാണ്. അയാൾ ആദ്യം ഒരു പുഷ്പാഞ്ജലി, നീണ്ട ഒരു റിച്വലിന് ശേഷം പുഷ്പാഞ്ജലി നടത്തും. ആ പുഷ്പാഞ്ജലിക്ക് ശേഷം ഒരു മോതിരം യോഗാതിരിയുടെ വിരലിൽ ഇടിയിക്കും. പെരുവനം ക്ഷേത്രത്തിൽ യോഗാതിരി അവരോധം ഈ രീതിയിൽ വളരെ ലളിതമായിട്ടാണ് നടക്കുന്നത്. ഒരു മോതിരം ഇടിവിച്ചുകൊണ്ടാണ് യോഗാതിരിയായിട്ട് ക്ഷേത്രത്തിൽ അവരോധിക്കപ്പെടുന്നത്. യോഗാതിരിയുടെ തെരഞ്ഞെടുപ്പ്, യോഗാതിരിയുടെ അവരോധം, ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ സംസാരിച്ചു. യോഗാതിരിയുടെ പ്രാധാന്യം എന്താണ്? യോഗാതിരിയുടെ ഈ പ്രാധാന്യം എന്ന് പറയുന്നത്, വടക്കുന്നാഥൻ ഇൻസ്ക്രിപ്ഷനിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് തന്നെ യോഗിയാർ തിരുവടി എന്നാണ്. സാധാരണ തിരുവടി എന്നൊക്കെ പറയുന്ന രാജാവ് അതുമാതിരിയുള്ള ആളുകൾക്കാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ സാധാരണ അമ്പലത്തിലെ സ്ഥാനികളിൽ നിന്ന് വളരെ വ്യത്യസ്തനാണ് യോഗാതിരി എന്ന് മനസ്സിലാക്കാം. ഈ യോഗാതിരിയെ ആളുകൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, യോഗാതിരി എന്ന് പറയുന്നത് യോഗത്തിൻ്റെ അധ്യക്ഷനായതുകൊണ്ടാണോ അയാളെ അങ്ങനെ വിളിക്കുന്നത്, അതോ യോഗി എന്നുള്ള നിലയ്ക്കാണോ അയാളെ അങ്ങനെ വിളിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. എനിക്ക് തോന്നിയത് ഇയാൾക്ക് യോഗിയുടെ ഒരു പരിവേഷമുള്ളതായിട്ടാണ്. കാരണം ഇതിൽ വടക്കുന്നാഥൻ ക്ഷേത്ര ലിഖിതത്തിൽ യോഗിയാർ തിരുവടി എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ കാരണം ഈ സഭായോഗം എന്ന് പറയുന്നത് യോഗാതിരിക്ക് നിസ്സാര കാര്യമാണ്. സഭായോഗത്തിൻ്റെ തീരുമാനം യോഗാതിരിക്ക് സ്വീകരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല.
അതിനെ തള്ളുകയോ കൊള്ളുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ സഭായോഗത്തെ നിയന്ത്രിച്ചിരുന്നത് യോഗാതിരിയാണ്. ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങളും അനുഷ്ഠാനപരവും ഭരണപരവുമായ കാര്യങ്ങൾ നിശ്ചയിച്ചിരുന്നത് യോഗാതിരിയാണ്. അത് കൂടാതെ ഈ യോഗാതിരിക്ക് ചില പ്രത്യേക പ്രിവിലേജ് നമുക്ക് കാണാം. വടക്കുന്നാഥിലുള്ള ഗ്രന്ഥവരിയിലുള്ള വിവരണം പെരുവനത്ത് ബാധകമാണെങ്കിൽ ഈ യോഗാതിരിക്ക് പ്രത്യേകമായ പാർപ്പിടമുണ്ട്. ആ യോഗാതിരിയെ എന്നൊക്കെ യോഗാതിരി ക്ഷേത്രത്തിൽ വരുന്നുവോ ആ കൂട്ടിക്കൊണ്ടുവരുന്നതിനായിട്ട് വലിയ അകമ്പടി അങ്ങോട്ട് പോകണം, തിരിച്ചവിടെ കൊണ്ടാക്കുന്നതിനുള്ള അകമ്പടിയുണ്ട്. അങ്ങനെ യോഗാതിരിക്ക് ഈ ക്ഷേത്രത്തിലുള്ള അധികാരം എന്ന് പറയുന്നത് സ്വത്ത് മാത്രമല്ല. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. പെരുവനം ഗ്രന്ഥവരിയിൽ പറയുന്നുണ്ട് 3 ചേരിക്കൽ ഡിവിഷൻ ഒഴിച്ച്, അതായത് പെരിഞ്ചേരി, പറപ്പൂര്, വേറൊരെണ്ണം കൂടിയുണ്ട്, അതൊഴിച്ച് പള്ളിപ്പുറം, ഇത് 3 ചേരിക്കൽ ഡിവിഷൻ ഒഴിച്ച് ബാക്കി എല്ലാ ചേരിക്കൽ ഭൂമിയുടെയും അധികാരം ഈ യോഗാതിരിക്കാണെന്ന്. പക്ഷേ യോഗാതിരി മറ്റ് വലിയ എല്ലാ ഫംഗ്ഷനുകളെയും പോലെ യോഗാതിരി നേരിട്ടെന്നുള്ളത് ചെയ്യുന്നത്. യോഗാതിരി ഇതെല്ലാം സമുദായത്തെ ഏൽപ്പിക്കുകയും സമുദായമാണ് എല്ലാ ഈ ഭരണപരമായ കാര്യങ്ങളും യോഗാതിരിക്ക് വേണ്ടി നിർവഹിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ യോഗാതിരിയുടെ ചുമതലകൾ എന്താണെന്നൊക്കെ ചോദിച്ചാൽ അത് വടക്കുന്നാഥൻ ഗ്രന്ഥവരിയിലും അതിൻ്റെ വിവരണമില്ല, പെരുവനം ഗ്രന്ഥവരിയിലും അതിൻ്റെ വിവരണമില്ല. ഒരു പക്ഷേ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ യോഗാതിരിയുടേതാണ് എല്ലാ ചുമതലയും. ക്ഷേത്രഭരണം, അതായത് ഭരണപരവും അനുഷ്ഠാനപരവുമായ എല്ലാ കാര്യങ്ങളുടെയും ചുമതല, അധികാരം, പരമാധികാരം യോഗാതിരിക്കാണെന്ന് പറയാം. യോഗാതിരിയുടെ പ്രാധാന്യത്തെ പറ്റിയും യോഗാതിരിയുടെ ആ കാലഘട്ടത്തിലെ പ്രസക്തിയെ പറ്റിയും നമ്മൾ സംസാരിച്ചില്ല. അതിനെ പറ്റിയൊന്നും ഈ യോഗാതിരി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2 ക്ഷേത്രങ്ങളിലാണ് നമ്മുടെ ഒരു വിവരമനുസരിച്ച് ഈ യോഗാതിരി സ്ഥാനമുള്ളത്. യോഗാതിരിയെ നമ്മൾ നേരത്തെ വിവരിച്ചതുപോലെ അയാളൊരു ക്ഷേത്രകാര്യങ്ങളിൽ പരമാധികാരി, അനുഷ്ഠാനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലെയും പരമാധികാരി എന്നതിനൊക്കെ അപ്പുറമായിട്ട് യോഗാതിരി ഒരർത്ഥത്തിൽ അത് രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരാൾ കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ യോഗാതിരിയെ അവരോധിക്കുന്ന സമയത്ത് ക്ഷേത്രത്തിലെ അനുഷ്ഠാനപരമായ ചുമതലകളുള്ളവരോ യോഗക്കാരോ ഒരാളന്മാരോ മാത്രമല്ല, ഈ നാടുവാഴികളൊക്കെ അവിടെ പോകണം. നാടുവാഴികൾക്ക് ഈ യോഗാതിരിയെ നിശ്ചയിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ യോഗാതിരിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒന്നും ഒരു ചുമതലയില്ല. അവരോട് ആരും ചോദിക്കുക പോലും ചെയ്യുന്നില്ല, നിങ്ങൾക്ക് എന്താ അഭിപ്രായം, അവരവിടെ ചെന്നോളണം. അങ്ങനെയാണ്. എന്തിനാണ് ഈ യോഗാതിരി അവരോധ സമയത്ത് ഈ നാടുവാഴികൾ ഹാജരാകുന്നത്? അതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായിടത്തോളം ഈ എല്ലാ നാടുവാഴികൾക്കും, ഇപ്പോൾ രാജാവാണെങ്കിൽ രാജാവ്, നാടുവാഴിയാണെങ്കിൽ നാടുവാഴി, ഇവർക്കെല്ലാം ഈ അവരുടെ അധികാരത്തിൻ്റെ സാധൂകരണം വേണം. അതായത് ഇപ്പോൾ ഓരോ നാടുവാഴിയെയും ജനം അംഗീകരിക്കുന്നത് അയാളുടെ മിലിറ്ററി പവർ കൊണ്ട് മാത്രമൊന്നുമല്ല. ദൈവികമായ ചില സിദ്ധികളൊക്കെ ഈ നാടുവാഴിക്കുണ്ടെന്നും അത് ഈ നാടുവാഴിയുടെ രാജ്യം വടക്കുന്നാഥൻ്റേതാണ് അല്ലെങ്കിൽ പെരുവനത്തിൻ്റേതാണെന്നൊക്കെ ഉള്ള ഒരു ഫീല് വന്നു കഴിയുമ്പോഴാണ് ഭരണം അംഗീകരിക്കപ്പെടുന്നത്. മാർത്താണ്ഡവർമ്മ അയാളുടെ രാജ്യം ശ്രീപത്മനാഭന് സമർപ്പിക്കുന്നത് ഈ രീതിയിലാണ്. കാരണം ജനങ്ങൾക്ക് പിന്നെ എതിർക്കാൻ പറ്റില്ല. അപ്പോൾ ഈ നാടുവാഴികൾക്ക് അവരുടെ അധികാര സ്ഥാനങ്ങളെ നിലനിർത്തുന്നതിന്, സാധൂകരിക്കുന്നതിന് ഈ തരത്തിലുള്ള ചടങ്ങുകൾ ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരും തന്നെ ഈ ചടങ്ങുകളിൽ പങ്കെടുത്തിരുന്നത്. രണ്ടാമതായിട്ട് ഈ നാടുവാഴികളോ ഇവരൊക്കെ തന്നെ അവരൊക്കെ വടക്കുന്നാഥിൽ പറയുന്നുണ്ട്, കൊച്ചി രാജാവ് ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ വന്ന് ഇരുന്നാട്ടെ എന്ന് പറഞ്ഞാൽ മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ. അയാളുടെ വാളിൻ്റെ മൂർച്ചയുള്ള ഭാഗം താഴേക്ക് വെക്കണം, അതായത് ആദരസൂചകമായിട്ട്. അപ്പം അങ്ങനെ അനുഷ്ഠാനപരമായിട്ടുള്ളതിന് പുറമെ ഈ ഭരണാധികാരികളൊക്കെ യോഗാതിരിയെയും ക്ഷേത്രത്തെയും കണ്ടത് അവരുടെ അധികാര സ്ഥാനത്തെ നിലനിർത്തുന്നതിന്, ബലപ്പെടുത്തുന്നതിനുള്ള ഒരു ഉപാധിയായിട്ടാണ്. പിന്നെ മറ്റൊന്ന്, ക്ഷേത്രത്തിൻ്റെ ഈ ബ്രാഹ്മണീയമായ പാരമ്പര്യങ്ങളെ, ബ്രാഹ്മണീയമായ അതിൻ്റെ അടിത്തറയെ ബലപ്പെടുത്തുന്നതിനും ഈ യോഗാതിരി അതിൽ വലിയ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. യോഗാതിരി ഇല്ലാത്ത ക്ഷേത്രങ്ങളിൽ വേറെ ആരെങ്കിലും ആയിരിക്കും.
അങ്ങനെ ഈ നമ്മൾ സാധാരണ നിലയിൽ കാണാത്ത രാഷ്ട്രീയമായ ഒരു പ്രാധാന്യം കൂടി യോഗാതിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ, വടക്കനാഥ ക്ഷേത്രത്തിൽ ഈ സാമൂതിരി വന്നപ്പോൾ നിലവിലുള്ള യോഗാതിരിക്ക് പകരം ഒരു പുതിയൊരാളെ, പാതായിക്കര നമ്പൂരി എന്ന് പറഞ്ഞൊരാളെ അവിടെ കൊണ്ടുപോയി അവരോധിക്കാൻ ശ്രമിച്ചു. ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ സമ്മതിക്കാതെ വന്നതുകൊണ്ട് അവരോധം പൂർത്തിയായില്ല. അതെന്തുകൊണ്ടാണ്? കാരണം വടക്കനാഥൻ ക്ഷേത്രത്തിൻ്റെ മേലുള്ള നിയന്ത്രണം എന്ന് പറയുന്നത് യോഗാതിരിക്ക് അയാളുടെ അധികാരത്തെ ഇതിന് സാധൂകരിക്കുന്നതിനുള്ള ശ്രമമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യോഗാതിരി എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സ്ഥാനമാണ്. സ്ഥാനം ക്ഷേത്രത്തിലാണെങ്കിലും രാഷ്ട്രീയ പ്രാധാന്യം കൂടി അതിനുണ്ടെന്ന് സാരം. പെരുവനം ഗ്രാമവുമായും പെരുവനം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആ പെരുവനത്തെ അധികാരവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനിയായിരുന്ന യോഗാതിരിപ്പാട്, യോഗാതിരിയുടെ തെരഞ്ഞെടുപ്പ്, യോഗാതിരിയുടെ അവരോധം, യോഗാതിരിയുടെ പ്രാധാന്യം, യോഗാതിരിയുടെ എന്താ പറയുക അധികാരങ്ങൾ, ഇതിനെപ്പറ്റിയെല്ലാം വിശദമായി നമ്മളൊന്ന് സംസാരിച്ചു. ഇനിയും നിരവധിയായ കാര്യങ്ങൾ പഴയകാലത്തെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട്, പഴയകാലത്തെ പരശുരാമ പ്രതിഷ്ഠിതമായ ഗ്രാമങ്ങളെപ്പറ്റി ആവുമ്പോഴും ഒക്കെ, പെരുവനത്തെ സമ്പത്തിനെ പറ്റിയാവുമ്പോഴും, പെരുവനത്തെ വിവിധങ്ങളായ ചേരിക്കലങ്ങളെ പറ്റിയാവുമ്പോഴും, നാടുവാഴികളെ പറ്റിയാവുമ്പോഴും ഒക്കെ നിരവധിയായ വിഷയങ്ങൾ ഇനിയും സംസാരിക്കാൻ ബാക്കി കിടക്കുകയാണ്. വലിയ ഒരു മഹാസമുദ്രത്തിനു മുമ്പിൽ ചെറിയ മണൽത്തരികൾ മാത്രം പറഞ്ഞു തീർത്തിട്ടുള്ള നമുക്ക് ഇനിയുമേറെ പറയാനുണ്ട്. ഇനിയുമേറെ എപ്പിസോഡുകൾ ഇതുമായി ബന്ധപ്പെട്ട് വരും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തൽക്കാലം നിർത്താം. നന്ദി, നമസ്കാരം.